ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള സുഹൃത്താണ് കണ്ണൂർ താമസിക്കുന്ന ഗണിതശാസ്ത്ര അധ്യാപകൻ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. സുരേന്ദ്രൻ സാറ് സീനിയർ സിറ്റിസണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു ബോട്ട് യാത്രയ്ക്ക് പോയി. പാട്ടിനോടും ഡാൻസിനോടും കൂട്ടുകാർക്ക് വലിയ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം എൻ്റെ വീഡിയോസ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നും കുറച്ച് പേരൊക്കെ വളരെ സീരിയസ് ആയിട്ട് അത് എഴുതിയെടുത്തു എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന അജ്ഞാതരായ കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതാണ് എൻ്റെ ചാനലിൻ്റെ സ്ട്രെങ്ത്. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്, വിഷാദം അഥവാ ഡിപ്രഷൻ. വിഷാദാവസ്ഥയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചാനൽ തുടങ്ങിയ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇന്നത്തെ പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ. ഈ വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ? ചിലപ്പോൾ ചില ആളുകളെയൊക്കെ കുറച്ച് കാലം കാണാതിരുന്നു കഴിഞ്ഞാൽ കാര്യം അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കാം അയാൾക്ക് ഡിപ്രഷനാണെന്ന്. 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സഹപ്രസംഗകൻ എന്നോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം, ഭാര്യയ്ക്ക് ഡിപ്രഷനാണ്, അവർ ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഡിപ്രസ്ഡായി പോവും. ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. വളരെ പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായിട്ടുള്ള വേർപാട്, വൻ സാമ്പത്തിക തകർച്ച, ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിവിടെ സംസാരിക്കുന്ന ഡിപ്രഷൻ അങ്ങനെയല്ല കേട്ടോ. വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിനൊക്കെ ഡിപ്രസ്ഡ് ആകുന്ന ഒരവസ്ഥ. ചില ആത്മഹത്യകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അതിന് വേണ്ട ഒരു കാരണം നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ പറ്റാറില്ല. ഗർഭധാരണം, പ്രസവം, ഇതൊക്കെ പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രസവത്തിന് മുമ്പുള്ള ഡിപ്രഷൻ, അതിന് ശേഷമുള്ള ഡിപ്രഷൻ, ഇനി സ്ത്രീകൾ മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിപ്രഷൻ, പിന്നെ രോഗാവസ്ഥ, രോഗത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഡിപ്രഷൻ, ഇങ്ങനെ പല പല ഡിപ്രഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പലപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് ചെറിയ തോതിൽ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. നമ്മുടെ 4 പ്രിമിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്, 1 പേടിയാണ്, 2 ദേഷ്യം, 3 സങ്കടം സാഡ്നെസ്, 4 ഹാപ്പിനെസ്. ഇതിൽ ഡിപ്രഷൻ എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്നത് സങ്കടം എന്നുള്ളൊരു ഇമോഷനാണ്. ഈ ഇമോഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇമോഷൻ ഒരിക്കലും സ്ഥായിയായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ ചില രീതികൾ കൊണ്ട് നമ്മളതിനെ പിടിച്ചു നിർത്തി ഡിപ്രഷൻ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് കടക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ആ രീതികളെക്കുറിച്ചാണ്. എങ്ങനെയുള്ള രീതികളൊക്കെയാണ് നമ്മളെ ഇങ്ങനെ ഡിപ്രസ്ഡ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കണ്ടെത്തി അതിനെ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കുറേം കൂടി സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. കാരണം സാഡ്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് ഹാപ്പിനെസ്സാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിയന്ത്രണമൊന്നും ഇല്ലെങ്കിൽ ഡിപ്രഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഡിപ്രഷൻ്റെ ചില ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ, നിസ്സഹായാവസ്ഥ, ഇതൊക്കെയാണ്. അടുക്കും ചിട്ടയും നിയന്ത്രണവും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് നമ്മൾ വന്നു ചേരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലം നമ്മൾ എന്തായാലും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവും. രണ്ടാമത്തെ കാര്യം, ഒറ്റപ്പെട്ട് കഴിയാനാണ് ചിലർക്ക് താല്പര്യം. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ അത് സാധാരണ സംഭവിക്കാറുമുണ്ട്. ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ പലരും ഇങ്ങനെ ഫാമിലിയിൽ ഒതുങ്ങിപ്പോവും. ഞാൻ, എൻ്റെ ഭർത്താവ്, കുട്ടി, ഇതിലപ്പുറം അവർക്കൊരു ലോകമില്ല. അപ്പോൾ ഇങ്ങനെ ജീവിച്ച ചിലർ എന്നോട് പറഞ്ഞ സങ്കട കഥകളുണ്ട്. എപ്പോഴും നമുക്കൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവണം കൂടെ. ഞാൻ, എൻ്റെ ഫാമിലി, അതിനപ്പുറം നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കുറച്ച് ആളുകളെങ്കിലും നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ നിസ്സഹായാവസ്ഥയിലായി പോകും, നിരാശയിലായി പോകും. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് തോന്നും ആരും എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന്. പക്ഷെ ജീവിതം ഒരിക്കലും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തും ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ എപ്പോഴും മറ്റുള്ളവരോടുകൂടെ സഹവസിക്കാനും
അവരുടെ കൂടെ ആയിരിക്കാനും ഫംഗ്ഷനിൽ പങ്കെടുക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, ചിലർക്ക് എപ്പോഴും ജീവിതത്തിൻ്റെ നെഗറ്റീവ് സൈഡ് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എപ്പോഴും നമുക്ക് സങ്കടം ഉണർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു താല്പര്യം, ചിന്തിച്ചിരിക്കാനുള്ളൊരു ഇഷ്ടം. ചിലപ്പോൾ അവർ കാണുന്ന ചില വീഡിയോസ് പോലും എന്തെങ്കിലും ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഈ ടെൻഡൻസി വളരെ അപകടകരമാണ്. സങ്കടം പലപ്പോഴും നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം, ചിരിക്കാം. നാലാമത്തെ കാര്യം, ചിലർക്ക് എപ്പോഴും വല്ലാത്ത കുറ്റബോധമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെന്ന് ചിന്തിക്കുന്നവർ. ചിലരാണെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും, അവരുടെ അറിവോ സമ്മതമോ കൂടാതെ സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ കൂടിയും അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവർ. ഇത് തീർച്ചയായിട്ടും ഡിപ്രഷന് വലിയൊരു കാരണമായിട്ട് മാറിയേക്കാം. തെറ്റുകൾ പറ്റുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, തെറ്റുകൾ പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് ആവർത്തിക്കാതിരിക്കൽ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം. അഞ്ചാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ സത്യമല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻ. അതിൽ കാണുന്ന ആഡംബരങ്ങളും സംഭവങ്ങളും സ്വന്തം ജീവിതമായിട്ട് താരതമ്യം ചെയ്ത് വിഷമിക്കുന്ന ആളുകൾ, ഡിപ്രസ്ഡ് ആകുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെയുള്ള വെർച്വൽ വേൾഡ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഡിപ്രഷൻ. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. അത് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ അന്വർത്ഥമാണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആറാമത്തെ കാര്യം, ഡിപ്രഷൻ്റെ ഓപ്പോസിറ്റ് ഹാപ്പിനെസ് ആണ്. അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ബോധപൂർവം ശ്രമിക്കുന്ന ഒരു രീതിയില്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത ആ രീതികളൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വിഷാദം എന്നുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് വലിയൊരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.